വെൽക്കം ടു മീഡിയ 7 ഗുഡ് മോർണിംഗ് കേരള. എല്ലാവർക്കും സ്വാഗതം. മേഘ, നമ്മൾ ഈ വിമൺ എംപവർനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മീഡിയയിൽ നിന്നും അറിയുന്നുണ്ട്. ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയ കഥകൾ ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാനൊരു ഡെഫിനിഷൻ, ഒരു വിമൺ എംപവറിനെ പറ്റിയിട്ട് ഒരു ഡെഫിനിഷൻ തരാൻ പറഞ്ഞാൽ മേഘ എന്ത് പറയും? ഞാൻ പറയണത്, ഒരു പെണ്ണിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ തരണം ചെയ്യണമെന്ന് അപ്പോഴല്ല അവർ തീരുമാനിക്കുക. വീട്ടിൽ നിന്നേ ഓരോ കാര്യങ്ങൾ ചെറുതിലെ മുതൽ ഇതെല്ലാം ഇങ്ങനെ ആയിരിക്കും, അപ്പോൾ നമ്മൾ ഇതേപോലെ പെരുമാറണം എന്നുള്ള കാര്യങ്ങൾ അവിടെ മുതലേ പഠിച്ച് വരണം എന്നാണ് ഞാൻ പറയണത്. പിന്നെ സ്കൂളിലായാൽ തന്നെ നമുക്ക് മാർഷൽ ആർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്വിമ്മിങ് പഠിക്കാം, കരാട്ടെ പഠിക്കാം, കുംഫു, അങ്ങനെ പല പല ആർട്സ് കാര്യങ്ങൾ നമ്മൾ പണ്ടത്തെക്കാൾ അപേക്ഷിച്ച് പണ്ട് ഒരുപാട് ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ ഇതിന് കടന്നു വരുന്നുണ്ട്. അപ്പൊ അതെനിക്ക് തോന്നുന്നു നല്ല ഒരു ആരംഭമാണ്. അങ്ങനെ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് തന്നെ അതിനുള്ള ഒരു എൻകറേജ്മെന്റും ഒരു സപ്പോർട്ടും കിട്ടുക എന്നുള്ളത്. പാരന്റ്സ് തന്നെ അവർക്ക് സപ്പോർട്ടാണ്. അതെ അതെ. അതിനൊക്കെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ അടുത്ത് ആലുവയിൽ 23 പെൺകുട്ടികൾ കൈകാലുകൾ ബന്ധിച്ച് അവർ പെരിയാർ നദി 1 കിലോമീറ്ററോളം നീന്തിക്കടന്നു. അവരെ ആ നീന്തൽ പരിശീലിപ്പിച്ച അധ്യാപകൻ സജി ബാലശ്ശേരി എന്ന ഒരു നീന്തൽ വിദഗ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതുമൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി അവിടെ അവതരിപ്പിച്ചത്. ഇതെന്തായാലും ഒരു നല്ലൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്രാവശ്യം മഴയും വെള്ളക്കെട്ടും പ്രളയവും കാര്യങ്ങളൊക്കെ നടക്കാനൊരു ചാൻസ് ഉള്ള ഒരു ഘട്ടം കൂടെയാണ്. അപ്പോൾ ഇതേപോലെയുള്ള കുട്ടികൾ ഇത് വളർന്നും പഠിച്ചും വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പെൺകുട്ടികളാണ്, നമുക്ക് അവരെ പുലിക്കുട്ടികൾ എന്ന് വിളിക്കാം. കാരണം അത് റിയലി നമുക്കൊരു പ്രചോദനമാണ് അല്ലേ? വലിയവർക്കായാലും അത് ശരിക്കും ഇറ്റ്സ് റിയലി ഇൻസ്പയറിങ് അല്ലേ? അപ്പൊ നമുക്ക് ആ കാഴ്ചയിലേക്കൊന്ന് പോയാലോ? എല്ലാവർക്കും ആവേശകരമായി ഈ ദൗത്യത്തിന് സാക്ഷിയാകാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഇതിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. ഇത്രയും കലുഷിതമായ കാലാവസ്ഥയിലും കനത്ത മഴയിലും കുത്തൊഴുകിൽ പായുന്ന ഈ പെരിയാർ പുഴ കൈയും കാലും കെട്ടിയിട്ട് നീന്തി കടന്നിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കികൾ. ആ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ ആളാണ് നമ്മുടെ കൂടെ ഉള്ളത്. കൊച്ചുമിടുക്കിയുടെ പേരെന്താ? നിറനീല. എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ ആയപ്പോ പേടിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഈ ഒരു വലിയ ഒരു ദൗത്യത്തിന്റെ കപ്പിത്താൻ നമ്മുടെ കൂടെ ഉണ്ട്. സജി വാളശ്ശേരി സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാർ എന്താണ് പറയുന്നത്? ഇതിപ്പോ ഇത്രയും മഴയത്ത് ഇന്നലെ രാവിലെ പകല് മുഴുവൻ മഴയായിരുന്നു, രാത്രി മുഴുവൻ മഴയായിരുന്നു. പക്ഷെ കുട്ടികൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. പല കുട്ടികളും ഇവിടെ വന്ന് വളരെ സന്തോഷത്തോടെയാണ് വന്ന്. വെള്ളം കൂടുതൽ കാണുമ്പോൾ ഇവർക്ക് സന്തോഷം കൂടുതലാണ്. ഒഴുക്ക് കൂടുതൽ കാണുമ്പോഴും അതുപോലെ തന്നെ അത്രയും ട്രെയിനിങ് എടുത്താണ് ഇവര് 1 മാസമായിട്ട് കൈ കെട്ടി നീന്തിക്കൊണ്ടിരിക്കുക കുട്ടികൾ. അപ്പോൾ അവർക്ക് യാതൊരു പരിഭ്രമവുമില്ല, മടിയില്ല. ഇത് എല്ലാവരെയും കാണിച്ചു കൊടുത്തിട്ട് എല്ലാവരെയും നീന്തലിന് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്ക് ചെയ്തതാണ്, കുട്ടികൾ തന്നെ ചെയ്തതാണ് കേട്ടോ. ശരിക്കും അതിശയം അല്ലേ? ശരിക്കും. അതും ഈ കൈകാലുകൾ ബന്ധിച്ചിട്ടുള്ള നടക്കാൻ തന്നെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ നീന്തുക എന്ന് പറഞ്ഞ ഇറ്റ്സ് റിയലി എ ടഫ് ടാസ്ക്. ആ കുട്ടികൾ തന്നെ പറയണ്ട്, ഇനിയൊരു റൗണ്ട് വേണേലും ഞങ്ങൾ നീന്തി കടന്നോളാം. അതും 8 മുതൽ 12 വയസ്സ് 13 വയസ്സ് വരെ കുട്ടികളാണ്. അപ്പൊ മനസ്സാന്നിധ്യം അല്ലെ, അവരുടെ മനസ്സിന്റെ ധൈര്യം തന്നെ കൊച്ചു കുട്ടികളാണ്. അത്ര ആയിട്ടില്ല അവര്. ഇനിയും കുട്ടികളെ ഇതിലോട്ട് പഠിക്കാൻ ഒന്ന് മുന്നിലോട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ഇവര് വിചാരിക്കണ്ടാവും. നല്ല മനധൈര്യമുള്ള കുട്ടികളാണ്. എനിവേ അവർക്കൊരു സല്യൂട്ട് നമുക്ക് കൊടുക്കാം അല്ലേ? അതെ അതെ. നമ്മുടെ കൊച്ചി മരടില് ഒരു പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. പുതിയതൊന്നുമല്ല, ഒരു 2-3 വർഷം മുന്നേ തുടങ്ങിയതാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുണ്ടോ? വലിയ അറിവില്ല. കാരണം ഒരുപാട് സംരംഭങ്ങൾ, ഇപ്പോൾ ഡ്രസ് റിലേറ്റഡും ടെക്സ്റ്റൈൽ റിലേറ്റഡും ഒരുപാട് പുതിയ പുതിയ കടകളും പുതിയ പുതിയ സ്ഥാപനങ്ങളും തുടങ്ങിയതറിയാം. പക്ഷെ ഇത് എന്തിൻ്റെയാണ്? നമ്മുടെ ഒരു ന്യൂട്രീഷൻ ഫുഡായിട്ട് ബേസ് ചെയ്തിട്ടൊരു സംരംഭമാണ് തുടങ്ങിയത്. ഒരു വത്സൻ ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ വീട്ടിൽ നടത്തിയേക്കണ ഒരു കുഞ്ഞു കൃഷിയാണ്. അത് ഒരു മരട് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ തോന്നുന്നു ഒരു ഇങ്ങനെ മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞിട്ട്, മൈക്രോ ഗ്രീൻസ് വെച്ചിട്ടുള്ള ഒരു സംരംഭമാണ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം മുന്നേ, അതായത് ഇത് ഈ മൈക്രോ ഗ്രീൻസിൻ്റെ ഒക്കെ തുടങ്ങിയ ആ ഒരു വർഷത്തിൽ
ഞാനും വീക്കിൽ ട്രൈ ചെയ്തിരുന്നതാണ്. പക്ഷെ സക്സസ് ആയില്ല. കാരണം അതിന് ഇത്തിരി പേഷ്യൻസ് ആവശ്യമാണ്. ഇനീഷ്യലി കുറച്ച് പരിപാലനം ആവശ്യമാണ്, പിന്നെ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ജോലിയും തിരക്കും ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് അത്രയും കെയർ കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ അത് ഫ്ലോപ്പായി പോയി. അദ്ദേഹം തൻ്റെ ഒരു ചെറിയൊരു മുറിയിൽ ഇത്ര ഡിഗ്രി സെൽഷ്യസിലൊക്കെ വെച്ചാണ് ഈ ചെടികളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇമ്പോർട്ടഡ് സീഡ്സ് ആണ് കൂടുതൽ അവർ കൊണ്ടുവരാൻ നോക്കുന്നത്. ഇത് ബൾക്കായിട്ട് ഓരോ ഏജൻസുകാർ മേടിച്ചിട്ട് പോകുകയും ഹോട്ടൽസിലൊക്കെ യൂസ് ചെയ്യാനും പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ. അത് മാത്രമല്ല, ഇത് ടെൻഡറാണ്, ഭയങ്കര ചെറിയ പ്ലാന്റ്സ് ആണ്, ടൈനി പ്ലാന്റ്സ് ആണ്. ഇത് ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്, പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതാണ്, പിന്നെ റിച്ച് ഇൻ പ്രോട്ടീൻ, നമുക്ക് എല്ലാ ഗുണങ്ങളും ഉള്ളതാണ് ഈ ഫുഡ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര് വീട്ടിൽ, പരിപാലനം വളരെ കുറച്ചേ വേണ്ടൂ. ഒരുപാട് സൂര്യപ്രകാശം ഒന്നും ആവശ്യമില്ല. 2-3 മണിക്കൂർ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ നമ്മുടെ അടുക്കളയിലോ അല്ലെങ്കിൽ വിൻഡോ സിൽസിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വെച്ച് ഇത് ചെയ്യാവുന്ന ഒരു കൃഷിയാണ്. നമുക്കതൊന്ന് കാണാം അല്ലേ. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ മരട് എന്ന സ്ഥലത്താണ്. മരട് എന്ന സ്ഥലത്ത് ശ്രീ വത്സൻ ജോൺ എന്ന ഒരു പ്രവാസിയുടെ വീട്ടിലാണ്. ഇവിടെ ഒരു സംരംഭം അദ്ദേഹം ആരംഭിച്ചിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ എന്താണ് ഈ സംരംഭം എന്ന് നമുക്ക് നോക്കാം. കാരണം ഇത് മൈക്രോ പ്ലാന്റീസ് ആണ്, ഒരു വ്യത്യസ്തമായ പേര്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം സർ. ഇദ്ദേഹമാണ് മിസ്റ്റർ വത്സൻ ജോൺ. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഇദ്ദേഹം ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം 13 വർഷക്കാലം ഇന്ത്യൻ നേവിയിൽ സേവനമനുഷ്ഠിച്ച്, പക്ഷേ തൻ്റെ ആഗ്രഹങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവിടെ നിന്നും അദ്ദേഹം രാജിവെക്കുകയും പിന്നീട് പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുകയും അവിടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ 21 വർഷത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തി. പക്ഷേ നാട്ടിൽ തിരിച്ചെത്തി വെറുതെ ഇരിക്കുവാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. അദ്ദേഹം പുതിയൊരു സംരംഭമായി ജനങ്ങളുടെ ഇടയിലേക്ക് വരികയാണ്. കാരണം ആ സംരംഭത്തെക്കുറിച്ചാണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ളത്. ആ മൈക്രോ പ്ലാന്റീസ് എന്ന ആ പേര് വരാനുണ്ടായ കാരണം ഒന്ന് സാർ വിവരിക്കണം. പ്ലാന്റീസ് എന്ന വാക്കിൻ്റെ ഉത്ഭവം ഗ്രീസാണ്. അപ്പോൾ പ്ലാന്റീസ് എന്ന് അവരുടെ ലാംഗ്വേജിൽ പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷിൽ പറയുന്ന പ്ലാന്റ്സ്, അതിന് പകരം അവർ പ്ലാന്റീസ് എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ മൈക്രോ പ്ലാന്റീസ് ഉദ്ദേശിക്കുന്നത് ചെറിയ ചെടി, അത് മൈക്രോ പ്ലാന്റ്സിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് മൈക്രോ പ്ലാന്റീസ്. മൈക്രോ ഗ്രീൻസ് വളർത്താനായിട്ട് നമുക്ക് ശുദ്ധമായ വെള്ളം മാത്രം മതി. അതിൽ യാതൊരു പെസ്റ്റിസൈഡും ഉപയോഗിക്കുന്നില്ല. നമ്മൾ വിത്ത് വിതച്ച് കഴിഞ്ഞിട്ട് ഒരു 7-ാം ദിവസം 8-ാം ദിവസം നമ്മൾ അതിനെ ഹാർവെസ്റ്റ് ചെയ്ത് നമ്മൾ റോ ആയിട്ട് കൺസ്യൂം ചെയ്യുന്നു. കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരിധി വരെ അതിൻ്റെ ന്യൂട്രിയൻസ് നഷ്ടപ്പെടുമെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ഇത് നമ്മൾ സലാഡിലും സൂപ്പിലും ഒക്കെ ആഡ് ചെയ്താണ് കഴിക്കേണ്ടത്. കൂടാതെ നമുക്ക് മല്ലിയില ഉപയോഗിക്കുന്ന അതിന് പകരമായിട്ട് ഏത് ഡിഷിൽ നമുക്ക് മല്ലിയിലയ്ക്ക് പകരം ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഏകദേശം ഒരു 10-15 വെറൈറ്റിയോളം ചെയ്യുന്നുണ്ട്. അതിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. കൂടാതെ വീറ്റ് ഗ്രാസ് ചെയ്യുന്നുണ്ട്, അമരാന്തസ് ചെയ്യുന്നുണ്ട്, ബീട്രൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഈ വീറ്റ് ഗ്രാസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു വരുന്നത്, അതിൻ്റെ ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ ഈ കീമോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ക്യാൻസർ പേഷ്യൻസിന് അവർ നഷ്ടപ്പെട്ട ആരോഗ്യം വളരെ പെട്ടെന്ന് തിരിച്ചു കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിനെപ്പറ്റി ലേഖനങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ വീറ്റ് ഗ്രാസ് നമ്മൾ ജ്യൂസായിട്ടാണ് കഴിക്കേണ്ടത്, സാധാരണ ഗോതമ്പ് തന്നെ. ഇനി ഇത് ഈ വീറ്റ് ഗ്രാസ് പോലെ തന്നെ നമുക്ക് കോൺ വളർത്താം, പിന്നെ ബാർലി വളർത്താം. അതെല്ലാം ഗ്രാസ് വർഗ്ഗത്തിൽപ്പെട്ടതാണ്. അതിൻ്റെ എല്ലാം എഫക്റ്റ് ഇതൊക്കെ തന്നെയാണ്. ഇതാണ് സീഡ്സ്, അതെ, വിത്തുവകകൾ. അതെ. അപ്പോൾ ഇതെങ്ങനെയാണ് സാർ, ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തെ പ്രത്യേകതകൾ? എന്താണ് ഈ ഇരിക്കുന്ന വിത്തുവകകൾ? അതിനെക്കുറിച്ചൊന്ന് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ വിത്ത് വകകൾക്ക് ഒരു പ്രത്യേകതയുള്ളത്, നമ്മൾ സാധാരണ കൃഷിക്കാർ ഉപയോഗിക്കുന്ന ഓപ്പൺ ഫാമിങ്ങിന് ഉപയോഗിക്കുന്ന വിത്ത് വകകളല്ല ഇത് കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള വിത്ത് വക നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഈ മുളപ്പിച്ച മുള നമ്മൾ നേരിട്ട് ഭക്ഷിക്കുന്നതായതുകൊണ്ട് ഒരിക്കലും കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള വിത്ത് വകകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ ഓപ്പൺ പോളിനേറ്റർ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ തുറന്ന പാടശേഖരങ്ങളിൽ ഷഡ്പദങ്ങൾ മുഖാന്തരം പോളിനേഷൻ നടന്ന് സ്വാഭാവികമായ രീതിയിൽ ഉണ്ടായ വിത്താണ് മൈക്രോ ഗ്രീൻസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് നോൺ ഹൈബ്രിഡ്, നോൺ GMO ആയിരിക്കണം, അത് കമ്പൽസറി ആണ്. നോൺ GMO ആണ് നമുക്ക് വിശ്വസിക്കാം. കാരണം ഇന്ത്യയിൽ GMO സീഡ്സ് ആയിട്ട് കോട്ടൺ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു ധാന്യത്തിൻ്റെയും GMO സീഡ്സ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല.
അപ്പോൾ നമുക്ക് GMO സീഡെല്ലാം 100% വിശ്വസിക്കാം. പിന്നെ ഹൈബ്രിഡ് സീഡ്സ് നോൺ ഹൈബ്രിഡ് ആയിരിക്കണം. ഹൈബ്രിഡ് സീഡ്സ് നമ്മൾ ഈ രീതിയിൽ മുളയ്ക്കത്തില്ല. അപ്പം നമ്മുടെ സ്വാഭാവിക രീതിയിൽ മുളയ്ക്കുന്നത് കാരണം ഇത് നോൺ ഹൈബ്രിഡ് സീഡാണെന്ന് നമുക്ക് വിശ്വസിക്കാം. നോൺ GMO ആണെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. പിന്നെ ഓപ്പൺ പോളിനേറ്റഡ് ആൻഡ് നോൺ ട്രീറ്റഡ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോ ഗ്രീൻ സീഡ്സുകൾ മാത്രം വിതരണം ചെയ്യുന്ന ചില ഡെഡിക്കേറ്റഡ് ഏജൻസികൾ ഇന്ത്യയിലുണ്ട്. എനിക്ക് നേരിട്ട് 3-4 ഏജൻസികൾ ബന്ധമുണ്ട്. അവരിൽ നിന്ന് ഞാൻ ഓരോ സീസൺ അനുസരിച്ച് വാങ്ങുകയാണ്. 1/4 കിലോ 1/2 കിലോ എൻ്റെ കൺസപ്ഷൻ അനുസരിച്ച് അവരിൽ നിന്ന് മേടിക്കുകയാണ്. അതിനൊരു ഗ്യാരണ്ടി ഉണ്ട്. അവർ ട്രീറ്റ് ചെയ്ത സീഡല്ല നമുക്ക് തരുന്നത്. ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സീഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസിൽപ്പെട്ട സീഡുകളാണ്. അത് റാഡിഷ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, പിന്നെ ക്യാബേജ് ഉണ്ട്, വാട്ടർക്രസ് ഉണ്ട്, സൺഫ്ലവർ ഉണ്ട്. ഇങ്ങനെ ഇതെല്ലാം ഈ ക്രൂസിഫറസ് ഈ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് എന്താ ഉദ്ദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൾഫറാഫൈൻ എന്ന് പറയുന്ന ഒരു ആഡിറ്റീവ് അതിലുണ്ട്. ഈ സൾഫറാഫൈൻ എന്ന് പറയുന്നത് നമ്മളുടെ ക്യാൻസർ സെല്ലുകളെ സപ്രസ് ചെയ്യുന്ന ഒരു ഘടകമാണ്. ക്യാൻസർ ഇന്നത്തെ ഒരു വലിയൊരു തീരാവ്യാധിയാണ്. അതിന് എന്തെങ്കിലും ഒരു പ്രിവെൻഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ള എൻ്റെ എളിയ ശ്രമമാണ് ഞാൻ ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണം. ഇതിൽ പെടാത്ത മറ്റു പല ധാരാളം വെജിറ്റബിൾസ് ഉണ്ട്. പക്ഷേ ഞാൻ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആണ്. കാരണം അതിൻ്റെ ഈ ക്യാൻസർ പ്രിവെൻഷൻ പ്രോപ്പർട്ടി ഉള്ളത് കാരണം. സീഡ് ട്രേയിൽ ഇട്ട് കഴിഞ്ഞിട്ട് അതിനാവശ്യമുള്ള വെള്ളം തളിച്ചിട്ട് അതിന് നമുക്ക് വെയിറ്റ് വെക്കണം. വെയിറ്റ് വെച്ചിട്ട് 2 ദിവസം അണ്ടർ വെയിറ്റ് ഇരുന്നെങ്കിലേ ഇത് മുളയ്ക്കുകയുള്ളൂ. ആ വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു മെത്തേഡാണ് നമ്മുടെ പോളിഷ്ഡ് ഗ്രാനൈറ്റ് ചിപ്സ്. ഇത് നമ്മൾ ഈ ട്രേയിൽ സീഡ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലെടുത്ത് വെക്കും. അപ്പം വെയിറ്റ് ഈക്വലായിട്ട് കിട്ടത്തക്ക രീതിയിലാണ് ഈ ചിപ്സ് ഉപയോഗിക്കുന്നത്. നേരത്തെ ഞാൻ ഉപയോഗിച്ചിരുന്നത് കോൺക്രീറ്റ് ബ്ലോക്സ് ആയിരുന്നു. പക്ഷേ അതിനൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പം യൂണിഫോമായിട്ട് ട്രേയുടെ എല്ലാ ഭാഗത്തും അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാർ, ഇതാണ് നമ്മൾ മുളപ്പിച്ചെടുത്ത വിത്തിൻ്റെ മൈക്രോ പ്ലാന്റീസ് എന്ന് പറയുന്ന സാധനം അല്ലേ? അതെ. അപ്പോൾ ഇതെങ്ങനെയാണ് സാർ? ഇതിന് വീറ്റ് ഗ്രാസ് എന്ന് പറയും. സാർ കുറച്ച് മുമ്പ് പറഞ്ഞു ഇത് ക്യാൻസറിന് കീമോ കഴിഞ്ഞവർക്ക് പറ്റും. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് പറയാം. അതായത് ഒരു ചെടിയുടെ വളർച്ചാ ഘട്ടത്തിൽ 4 സ്റ്റേജസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് അതിൻ്റെ മുളയ്ക്കുന്ന പരുവം, സ്പ്രൗട്ടിങ് സ്റ്റേജ് എന്ന് പറയും. പിന്നെ രണ്ടാമതൊരു 2 ഇല പരുവം, അതായത് ഈ സീഡിനകത്തുള്ള പരിപ്പ് 2 ഇലയായിട്ട് ഫോം ചെയ്യുന്ന ഒരു സമയമാണ് മൈക്രോ ഗ്രീൻ. അത് കഴിഞ്ഞാൽ പിന്നെ ബേബി ഗ്രീൻ എന്ന് പറയും. അത് കുറച്ചുകൂടെ മുളച്ച ഒരു 4 ഇഞ്ച് 6 ഇഞ്ച് ഹൈറ്റിലാണ് ബേബി ഗ്രീൻ സ്റ്റേജ്. അതാണ് നമ്മൾ സാധാരണ സലാഡിനൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ മച്ചുവേർഡ് പ്രോഡക്റ്റ് പൂർണ്ണ വളച്ചെത്തി അതിൻ്റെ ഫലം നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ 4 സ്റ്റേജിൽ മൈക്രോ ഗ്രീൻ സ്റ്റേജിലാണ് ആ ചെടിയുടെ വളർച്ചാ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സമയമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജ് വരെ അതിനെ വളർത്തുകയുള്ളൂ. ഇതിൽ അവർ പറയുന്നത് ഇപ്പം നമ്മൾ ക്വാണ്ടിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 കിലോ ബ്രോക്കോളി എടുക്കുക. 1 കിലോ ബ്രോക്കോളിയുടെ ഷൂട്ട്സ് എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ന്യൂട്രിയൻ കണ്ടൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഈ ആക്ച്വൽ ബ്രോക്കോളിയിലുള്ളതിൻ്റെ 4 തൊട്ട് 40 ഇരട്ടി വരെ വൈറ്റമിൻസും മിനറൽസും ഫൈറ്റോ കെമിക്കൽസും ഒക്കെ ഉണ്ടെന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം റിസർച്ച് പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലേത്, അതുപോലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, അങ്ങനെ പല വിദേശത്തുള്ള പല അംഗീകൃത റിസർച്ച് ലാബറട്ടറികളിലെ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ ക്രൂസിഫറസ് ഗ്രൂപ്പിൽപ്പെട്ട വെജിറ്റബിൾസ് ആണ് കോളിഫ്ലവർ, ബ്രോക്കോളി, കെയിൽ, റാഡിഷ്, അർഗുള, ടോർണിപ്പ്, മസ്റ്റേർഡ്, കെയിൽ. ഇതെല്ലാം ക്രൂസിഫറസ് വെജിറ്റബിൾസ് പെട്ടതാണ്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റുകൾ സൾഫാഫൊറൈൻ എന്ന് പറയുന്ന കണ്ടൻറ്റ് നമുക്ക് ക്യാൻസർ പ്രിവെൻഷന് ഉതകും എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ കെ എന്ന് പറയുന്ന ഒരു ഘടകം ഇതിലൊക്കെ ഉണ്ട്. ഈ വൈറ്റമിൻ കെയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ കെ. ബീറ്റ്സ്, അമരാന്തസ്, അതുപോലെ ബേസിൽ ഇതുപോലത്തെ ഗ്രീൻസിനകത്ത് വൈറ്റമിൻ കെ ധാരാളമുണ്ട്. ഈ റാഡിഷ് വെറൈറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് മൈക്രോബ്സ്, ചെറുകുടലും വൻകുടലും മില്യൺസ് ഓഫ് ബാക്ടീരിയാസ് ആൻഡ് മൈക്രോബ്സ് ഉണ്ട്. അവരാണ് നമ്മൾ ദഹിച്ച ആഹാരം നമ്മുടെ ശരീരത്തിൽ അസിമുലേറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന
ഗട്ട് ബാക്ടീരിയയെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങൾ ഈ റാഡിഷ് വെറൈറ്റിയിലുണ്ട്. റാഡിഷ് എനിക്ക് 5 വെറൈറ്റി ഉണ്ട്. ഇതിന് ഒരു പ്രത്യേകത ഉള്ളത്, ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു നേരിയ വാ പൊള്ളുന്ന പോലെ തോന്നും, ഒരു നേരിയ ചൂട് പോലെ ഉണ്ട്. അതുകൊണ്ട് നോർത്ത് ഇന്ത്യൻസ് ധാരാളം ഇത് കഴിക്കുന്നുണ്ട്. പക്ഷേ സൗത്ത് ബൗണ്ട് ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റിനൊരു പ്രിഫേർഡ് ടേസ്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ കഴിക്കാറില്ല. പക്ഷേങ്കിൽ ഏറ്റവും ശരീരത്തിന് ഏറ്റവും നല്ല ഒരു ഐറ്റമാണിത്. ഇത് ഈസിയായിട്ട് വളർത്താൻ പറ്റും. ഇതിൻ്റെ സീഡിന് വലിയ കോസ്റ്റൊന്നുമില്ല, നോർമൽ കോസ്റ്റിലൊക്കെ ഉള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന സീഡുകളിൽ ഏറ്റവും വില കൂടിയ സീഡെന്ന് പറഞ്ഞാൽ റെഡ് ക്യാബേജ് ആണ്. അത് ഏകദേശം ഇപ്പോഴത്തെ വിലയ്ക്ക് ഒരു 3500 രൂപ ഒരു കിലോയ്ക്ക് വിലയുണ്ട്, 1 കിലോ വിലയുണ്ട്. റെഡ് ക്യാബേജും ബ്രോക്കോളിയുമാണ് ഏറ്റവും നല്ല ക്യാൻസർ പ്രിവെൻഷന് വേണ്ടി അറിയപ്പെടുന്നത്. ഇത് മാത്രം വാങ്ങുന്ന ചില ആൾക്കാർ എനിക്കുണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റി ആണ് സാർ, ഒരു നമ്മളൊരു വെജിറ്റബിളിൻ്റെ കൂടെ ഇതിട്ട് കഴിക്കുമ്പോൾ അതിനൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് കഴിക്കാനായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യവാനായ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി ഒരു ദിവസം ഒരു 15 ഗ്രാമുകൾ കഴിക്കരുതെന്നാണ് പറയുന്നത്. കാരണം ഇതൊരു കോൺസെൻട്രേറ്റഡ് ഫോം ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആയതുകൊണ്ട് ക്രമാതീതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത് ദഹിക്കണമെന്നില്ല, അത് അസിമുലേറ്റ് ചെയ്തുമില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഛർദ്ദിച്ചെന്നിരിക്കും, ചിലർക്ക് വയറിളകുന്നിരിക്കും. അതുകൊണ്ട് ഒരു മിനിമം ക്വാണ്ടിറ്റി, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് 65 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് കൊടുക്കുന്നത് ഒരാഴ്ചയിലേക്ക്. അപ്പോൾ ഒരു 10 ഗ്രാം 12 ഗ്രാം മാത്രം ഒരു നേരം സലാഡിട്ട് കഴിക്കുക. അതിനെന്ത് കോസ്റ്റ് വരുന്നുണ്ട് സാർ? അത് കോസ്റ്റ് ഞാനിപ്പോൾ കൊടുക്കുന്നത് 65 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിന് 180 റുപ്പീസാണ്. അത് വില കുറഞ്ഞ സീഡിൻ്റെ പ്രോഡക്റ്റിനും വില കൂടിയ സീഡിൻ്റെ പ്രോഡക്റ്റിനും ഒരു വിലയാണ്. അപ്പം എനിക്ക് വില കൂടിയ സീഡിലുള്ള ലാഭം കുറവാണ്. അപ്പം ഈ തീരെ വില കുറഞ്ഞ സീഡിനകത്ത് എനിക്കത് കോമ്പൻസേറ്റ് ചെയ്ത് പോകും. സാർ, ഈ 60 ഗ്രാമിൻ്റെ പാക്കറ്റ്, ഈ പാക്കറ്റ് കസ്റ്റമർ കൊണ്ടുപോകുമ്പോൾ അവർ എന്തെങ്കിലും ടെമ്പറേച്ചറിൽ വെക്കണോ, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇത് എത്ര ദിവസം? അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇതിന് ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. നമ്മൾ ഇത് കട്ട് ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂറിനകം നമ്മളിത് കൺസ്യൂം ചെയ്യുകയോ ഫ്രിഡ്ജിൽ വെക്കുകയോ ചെയ്യണം. ഫ്രീസർ വെക്കരുത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ദിവസം 5 ദിവസം വരെ ഇരിക്കും. 5 ദിവസം കഴിഞ്ഞാലും അത് കാഴ്ചയിൽ ഫ്രഷായിട്ട് തോന്നിയാലും അതിൻ്റെ ന്യൂട്രിയൻ പ്രൊഫൈൽ കുറയുന്നതായിട്ടാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ സാറിൻ്റെ കസ്റ്റമർ എന്ന് പറയുന്നത് ഏത് ഏജിലുള്ളതാണ്? IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ധാരാളം പേര് എൻ്റെ കസ്റ്റമേഴ്സ് ഉണ്ട്. ഒരു 22 കസ്റ്റമേഴ്സുള്ള IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മധ്യവയസ്കരായ മനുഷ്യരുണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഏജിൽ ആൾക്കാർക്ക് ഇതൊന്നും കഴിച്ചുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ബെനിഫിറ്റൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ ചെറുപ്പക്കാരായ മനുഷ്യർ കഴിക്കുമ്പോഴാണ് എല്ലാ അനാറ്റമിക് ഫംഗ്ഷനും റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ചെറുപ്പക്കാർ കഴിച്ചെങ്കിലേ ഉള്ളൂ. പ്രായമായ ആൾക്കാർക്ക് ഒരു പക്ഷെങ്കിൽ അവരുടെ ഒരു റിട്ടയറിങ് സ്റ്റേജിൽ ഇതൊന്നും കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ പകുതി പിള്ളേർക്കും സ്പെക്സ് ഉണ്ട്, അല്ലേ? ഇപ്പോൾ ഫെർട്ടിലിറ്റി ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമാണ്. ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അനാറ്റമിക് ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യപ്പെടണം. അതിന് പച്ചക്കറി ഒരു പരിധി കഴിച്ചെങ്കിലേ പറ്റുള്ളൂ. പിന്നെ ഇത് കഴിക്കുമ്പോൾ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കുറച്ചിട്ട്, ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ക്വാണ്ടിറ്റി കുറച്ചിട്ട് അതിന് പകരം സലാഡ് ഉൾപ്പെടുത്തുക. ഈ സലാഡിനകത്ത് നമ്മളുടെ മൈക്രോഗ്രീൻസ് ഉൾപ്പെടുത്തുക. അപ്പോൾ ഞാനീ കൊടുക്കുന്ന 65 ഗ്രാം പാക്കറ്റ് കഴിക്കുന്നവരെല്ലാം വൈകുന്നേരം 5 ദിവസം വൈകുന്നേരത്തെ ഈ ഡിന്നർ സലാഡാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഇല്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സുഖമായിട്ട് നമ്മൾ റുട്ടീൻ എല്ലാം പോകും. റുട്ടീൻ മര്യാദയ്ക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ദിവസം ഫ്രഷാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഈ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതെല്ലാം പറഞ്ഞ റിപ്പോർട്ട് അതാണ്. ഏജിൽ ആൾക്കാരെല്ലാം പറയുന്നത് അവർ കുറച്ചുകൂടെ ക്ഷീണമൊന്നുമില്ല, എഴുന്നേൽക്കുന്നുണ്ട്. പിന്നെ അവർക്ക് നടക്കുമ്പോൾ അവർ കിതയ്ക്കുന്നില്ല. അവർക്ക് ഈ നടക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ട്, അവരൊന്നും അധികം കിതപ്പില്ല. അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ട്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് സാർ എങ്ങനെയാണ് ആൾക്കാർ എത്തിപ്പെടുന്നത്? സാർ ഇപ്പം എന്തെങ്കിലും രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളോ ഒരാൾക്കാർ എത്തിപ്പെടണമല്ലോ സാറിൻ്റെ അടുത്ത്? ഞാൻ അഡ്വർടൈസ് ഒത്തിരി ശ്രമിച്ചു, ബ്രൗസർ ഉണ്ടാക്കി, വെബ്സൈറ്റ് തുടങ്ങി. ഇതുകൊണ്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നും കണ്ടില്ല. ഞാൻ വ്യക്തികളെ നേരിട്ട് കണ്ടിട്ട് അവരോട് വിശദീകരിക്കുക. ഞാൻ തുടങ്ങി വെച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജിംനേഷ്യത്തിൽ പോകുന്ന ആൾക്കാരില്ലേ, ജിംനേഷ്യത്തിൽ പോകുന്ന ചെറുപ്പക്കാരെ വ്യക്തിപരമായിട്ട് നേരിട്ട് കണ്ടിട്ട് ഞാൻ അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ ജിംനേഷ്യത്തിൽ പോകുന്നത് മസിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ വെൽനസ് വേണ്ടിയിട്ടാണോ? അപ്പോൾ അവർക്കെല്ലാം മസിൽ മതി, വെൽനസ്സിനെ പറ്റി കാര്യമായ ധാരണയില്ല. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞത്, തീർച്ചയായിട്ടും നിങ്ങൾ ജിംനേഷ്യത്തിൽ പോകണം, പക്ഷേ നിങ്ങളുടെ പോകുന്ന അതിൻ്റെ ഒരു മോട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെൽനസ് ഡ്രിവൺ ആയിരിക്കാം നിങ്ങളുടെ മോട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് ജിംനേഷ്യത്തിൽ പോകുന്ന ധാരാളം കസ്റ്റമേഴ്സുണ്ട്. പിന്നെ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലെ 12 പേര് ഒരുമിച്ച് വാങ്ങുന്നുണ്ട്. 12 പാക്കറ്റ് എല്ലാ ആഴ്ചയോടെ എത്തിക്കണം. പിന്നെ സമൂഹത്തിൽ ഇന്ന് അറിയപ്പെടുന്ന കുറേ പ്രീമിയം ആൾക്കാർ എൻ്റെ കസ്റ്റമേഴ്സാണ്. പിന്നെ 2-3 കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് ഇപ്പം ആയിട്ടുണ്ട്. അത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്, എഗ്രിമെൻറ്റ് സൈൻ ആയിട്ടില്ല. അത് വളരെ വാല്യുബിളായിട്ടൊരു കസ്റ്റമറാണ്. എന്താണ് സാറിൻ്റെ ഒരു
മാസ്റ്റർ പ്ലാൻ? തീർച്ചയായിട്ടും എനിക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിന് ഷെൽഫ് ലൈഫ് ഒരു വലിയൊരു ലിമിറ്റേഷനാണ്. അത് കട്ട് കഴിഞ്ഞാൽ 2 മണിക്കൂറിന് നമ്മൾ കൺസ്യൂം ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ന്യൂട്രിയൻ പ്രൊഫൈൽ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമുക്ക് ഡ്രൈഡ് പ്രോഡക്റ്റായിട്ട് നമുക്ക് എക്കാലവും സൂക്ഷിക്കാം. കൂടാതെ ഇതിനെ പൗഡർ ആക്കാമെന്നുണ്ടെങ്കിൽ ഈ പൗഡർ ഫോമിൽ അതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതായത് കൾനറി ഫീൽഡിൽ ഇപ്പം സൂപ്പുകൾക്ക് ടേസ്റ്റ് ഉണ്ടാക്കാനും അതുപോലെ പിന്നെ സലാഡിനകത്ത് ഡ്രസ്സിങ്സ് ആയിട്ടും അങ്ങനെ ഷെഫുകൾക്ക് ഒരുപാട് ഉപയോഗമുള്ള ഒരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പൗഡർ ഉണ്ടാക്കാനായിട്ട് ഞാൻ അതിൻ്റെ ഒരു ഗ്രൗണ്ട് വർക്ക് ആരംഭിച്ചിരിക്കുന്നു. സാറിൻ്റെ പുതിയ കുറച്ച് പ്രൊഡക്റ്റാണ്. അപ്പം ഇതിനെക്കുറിച്ച് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. സാർ എന്താണിത് എന്നുള്ളത്? ഇത് ഞാനിവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്ത ബേസിൽ എന്ന് പറയുന്ന മൈക്രോ ഗ്രീൻ പൗഡർ ഫോമിലാക്കിയതാണ്. ഫ്രീസ് ഡ്രൈ ചെയ്ത് പൗഡറാക്കിയതാണ്. ഇതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റായി. ഇത് സാമ്പിളാണിത്. ഇതിനകത്തുള്ള ന്യൂട്രിയൻ കണ്ടൻറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബറട്ടറി കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതാണ് ഒരു പ്രോഡക്റ്റ്. പിന്നെ ഇത് വന്ന് ജിഞ്ചർ അല്ലേ? ജിഞ്ചർ ഞാൻ സൈമൾട്ടേനിയസ് ആയിട്ട് മറ്റു ഫ്രൂട്ട് പ്രോഡക്ട്സും നമ്മൾ അഗ്രികൾച്ചർ പ്രോഡക്ട്സും ട്രൈ ചെയ്യുന്നുണ്ട്. അതിൽ ജിഞ്ചർ നമ്മൾ ഫ്രീസ് ഡ്രൈ ചെയ്തതാണ് ഈ വർഷം ഫെബ്രുവരിയിൽ. ഇതിന്ന് ഞാൻ സാമ്പിൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. അതും അതിൻ്റെ ന്യൂട്രിയൻ കണ്ടൻറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി ലാബിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏത് ഇൻഡസ്ട്രിയൽ നമ്മുടെ കൃഷി ഉൽപ്പന്നങ്ങളും നമുക്ക് ഫ്രീസ് ഡ്രൈ ചെയ്ത് ധാരാളം വർഷങ്ങൾ സൂക്ഷിക്കാൻ പറ്റും. കൂടാതെ ഈവൻ ഇതുണ്ട്, ഇത് കുക്ക്ഡ് പ്രോഡക്റ്റാണ്. നമ്മുടെ കുക്ക് ചെയ്ത ബീൻസ് തോരനാണിത്. കണ്ടോ? ശരി, എൻ്റെ സൗണ്ട് കേട്ടോ. ഇത് ഏകദേശം ഫെബ്രുവരി മാസത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫ് കുക്ക് ചെയ്ത ബീൻസ് തോരനാണ്. ഇതിപ്പോൾ പൊട്ടിച്ചിട്ട് ലേശം വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ കുക്ക് ചെയ്ത മാതിരി ഇരിക്കും. അപ്പോൾ ഇതിനകത്ത് കെമിക്കലൊന്നും നമ്മൾ എൻ്റെ വീട്ടിൽ എൻ്റെ അടുക്കളയിൽ കുക്ക് ചെയ്ത ബീൻസ് തോരനാണിത്. ഓക്കെ ബീൻസ് തോരൻ. ഇത് പൊട്ടിക്കുക, ലേശം വെള്ളം തെളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുക്ക് ചെയ്ത ബീൻസ് തോരൻ പോലെ ഇരിക്കും. അങ്ങനെ ഇതിൻ്റെ ബാക്കി പ്രോഡക്റ്റ് ദുബായിലുള്ള എൻ്റെ കസിന് കൊണ്ടുപോയിട്ട് അവർ വളരെയധികം ഹാപ്പി ആയിട്ട് എന്നോട് പറഞ്ഞിരിക്കുക, പപ്പായ കാര്യം ചെയ്തോളൂ, പ്രൊഡ്യൂസ് ചെയ്തോളൂ, വി വിൽ ബി ഏബിൾ ടു സെൽ ഇറ്റ് ഇൻ മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു കാര്യവും എൻ്റെ ഒരു സൈഡ് ബൈ സൈഡായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതൊന്നും മാർക്കറ്റിലേക്ക് ഇറങ്ങാറായിട്ടില്ല. അതൊക്കെ ഇൻ ഡ്യൂ കോഴ്സ് ഇറ്റ് വിൽ ബി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഇതിൻ്റെ എന്താ സാർ ഇതിൻ്റെ പരിമിതികൾ ഇനി അങ്ങോട്ടുള്ള സാറിൻ്റെ? അതൊരു വലിയ 1000 ടൺ ക്വസ്റ്റ്യനാണ്. ഒരുപാട് പരിമിതികളും പരാധീനമുള്ള ഒരു ഫീൽഡാണ് മൈക്രോ ഗ്രീൻസ് കൾട്ടിവേഷൻ. ഒന്നാമത്തെ കാര്യം, ഇത് ഇപ്പം ഞാനിവിടെ എത്ര ലാർജ് സ്കെയിൽ ചെയ്താലും എനിക്ക് എൻ്റെ വാർഡിലുള്ള ആൾക്കാർ കൊടുക്കാൻ പോലും തികയില്ല, എല്ലാവരും കഴിച്ച് തുടങ്ങുകയാണെങ്കിൽ. അപ്പോൾ എന്നെ പോലെ ഓരോ വാർഡിലും ഇതുപോലത്തെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടെങ്കിലേ അറ്റ്ലീസ്റ്റ് ആ വാർഡിലുള്ള ആൾക്കാർക്കെങ്കിലും ഇത് എത്തിക്കാൻ പറ്റുള്ളൂ. സാധാരണ ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കുന്ന പോലെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ ഈ ഫാമിൽ വന്ന് എൻ്റെ കൂടെ താമസിച്ച് 3 ദിവസം താമസിച്ചിട്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും വിവിധ വശങ്ങളും ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. അതിനൊരു നാമമാത്രമേ ഒരു ഫീസ് ഞാൻ വാങ്ങുന്നുണ്ട്. ആ ഫീസിൻ്റെ വലിപ്പമല്ല പ്രശ്നം. നിങ്ങൾ ഇവിടുന്ന് ഗെയിൻ ചെയ്യുന്ന കോൺഫിഡൻസ് ആൻഡ് കോമ്പിറ്റൻസ് വേറെ സ്ഥലത്തും കിട്ടത്തില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ നമ്പറിൽ സാറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാർ അവർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യം വിത്ത് 3 ഡേയ്സ് ക്ലാസ് എല്ലാം സാർ ചെയ്ത് കൊടുക്കും? തീർച്ചയായിട്ടും. അവർക്കും 3 ദിവസത്തെ 4 സ്റ്റാർ അക്കോമഡേഷൻ കൊടുക്കും. ഹോട്ടലിൽ നിന്ന് അവരെ ഞാൻ വിളിച്ചുകൊണ്ട് വരും, തിരിച്ചു കൊണ്ട് വിടും. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൊടുക്കും, ഡിന്നർ അവർക്ക് പുറത്ത് കഴിക്കാം. ഈ ബാക്കിയുള്ള ഈ 3 ദിവസം ഫുൾ ടൈം എൻ്റെ കൂടെ നിന്നിട്ട് ഇതിൻ്റെ നാനാവിധ വശങ്ങളും കൊക്കോപീറ്റ് പ്രോസസ്സ് തൊട്ട് സീഡ് ഇടുന്നത് തൊട്ട് അതിൻ്റെ വെയിറ്റ് വെക്കുന്നതും അതിൻ്റെ ബ്ലാക്ക് ഔട്ട് പീരീഡും പിന്നെ അതിൻ്റെ വാട്ടറിങ് മെത്തേഡും പിന്നെ അതിൻ്റെ ഹാർവെസ്റ്റിംഗ് രീതി എല്ലാം പഠിച്ചിട്ട് ഇവിടുന്ന് പോകാം. അതിന് നിങ്ങൾ മുടക്കുന്ന പണം ഒരു എക്സസ് ആകത്തില്ല. അത്രയ്ക്ക് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടുന്ന് പോവുകയുള്ളൂ. അത് ഞാൻ അഷ്വർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വത്സൻ സാറിൽ നിന്നും അറിയാൻ സാധിച്ചു. പക്ഷേ ഇതൊന്നുമല്ല, ഒരുപാട് ഇനിയും നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാറിൻ്റെ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർ സാറിനെ വിളിക്കാം. അതുകൂടാതെ തന്നെ ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർക്ക് സാറിനെ കോൺടാക്റ്റ് ചെയ്യാം. ഇവിടെ വരാം. 3 ദിവസത്തെ ഒരു പാക്കേജാണ്. ആ പാക്കേജ് സാറിനെ കോൺടാക്റ്റ് ചെയ്താൽ പറഞ്ഞു തരും. അപ്പം ഇത്രയും ഒരു അറിവ് നമുക്ക് തന്നതിനും നമ്മളിതിനെക്കുറിച്ച് ജനങ്ങൾക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നതിനും ഒരവസരം ഉണ്ടാക്കി തന്ന വത്സൻ ജോസഫ് സാറിന് മീഡിയ 7 എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സാർ.
താങ്ക് യു, വെൽക്കം. ഓക്കെ മേഘ, എനിക്ക് തോന്നുന്നു ഇനി നമുക്കും സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. കാരണം ഇതിന് അധികം സ്ഥലം ആവശ്യമില്ല. ഇപ്പോൾ എസ്പെഷ്യലി സിറ്റീസിലും ടൗൺസിലും ഒക്കെ ജീവിക്കുന്നവർക്ക്, കൃഷി താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ കൃഷി സ്ഥലം അന്വേഷിച്ച് ഒരുപാട് പോകണം. നമ്മുടെ വീടിനകത്ത് തന്നെ അതിനുള്ളൊരു സ്പേസ് ഉണ്ടാക്കുക. വെയിൽ കൊള്ളുന്നുള്ളൊരു പേടി നമ്മുടെ നാട്ടുകാർക്ക് ആവശ്യമില്ല. മാത്രമല്ല മായം ചേർക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് കിട്ടും. അതായത് ഈ ടൈനി പ്ലാന്റ്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റാവുന്നവരെ ഇന്ന് തന്നെ ട്രൈ ചെയ്യാന്ന് ഞാൻ പറയാം. സക്സസ്ഫുൾ ആക്കാം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. മിസ് വയനാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പിന്നെ വയനാട് നമ്മുടെ ഒരു ടൂറിസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലേ, ബെസ്റ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് കേരളത്തിന്റെ. അങ്ങനെ അറിയാം. ഈ വയനാടിന്റെ ചുരത്തിന്റെ സ്റ്റോറി അങ്ങനെ ഇല്ല, വയനാട് ചുരം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം വരുന്ന തലവേദനയാണ്. കാരണം വെച്ചാൽ എനിക്ക് ഹെയർ പിൻ അത് ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആരോടും സംസാരിക്കാൻ പാടില്ല ആ സമയത്ത്. കാരണം അത് കയറുന്ന സമയത്ത് വളരെ ഫോക്കസ്ഡ് ആവണം, കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കണം. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്, പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത്രയും ബ്യൂട്ടി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് വയനാട്. പക്ഷെ ഞാൻ അവിടെ പോയിട്ടുള്ളത് വളരെ വിരളമാണ്. വയനാടിനൊരു ചരിത്രമുണ്ട്. ഇതൊരു മൂപ്പനാണ് ഈ വഴി കണ്ടുപിടിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒരു ചരിത്രരേഖയിലും ഒരിക്കലും ആരും കണ്ടിട്ടില്ല ഇതേപോലത്തെ ഒരാളാണ് ഈ വഴികൾ കണ്ടുപിടിച്ചത്. അതെല്ലാം ഈ ബ്രിട്ടീഷുകാരുടെ പേരിലാണ് വന്നിട്ടുള്ളത്. ബ്രിട്ടീഷുകാരാണ് കണ്ടുപിടിച്ചത്. ഈ മറ്റുള്ളവരെല്ലാവരും മാറ്റി നിർത്തി ഇവർക്കൊരു സ്ഥാനം കിട്ടുന്ന രീതിക്കാണ് ഇവർ ചരിത്രത്തിൽ തന്നെ ഒരു പേര് പിടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരാളാണ് കരിന്തണ്ടൻ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ വയനാടിന്റെ ഏറ്റവും ടോപ്പിൽ ലക്കിടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ അതിന്റെ എൻട്രൻസ് തന്നെ ആയിട്ട് ഒരു വലിയൊരു മരത്തില് ചുറ്റി ഒരു ചങ്ങല ചുറ്റി ബന്ധിച്ച് ഒരു ആത്മാവുണ്ടെന്നൊക്കെയാണ് ഇങ്ങനെ കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മേ ബി ടൂറിസ്റ്റ് സ്പോട്ടാണ് വയനാട് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതൊരു എൻട്രി ആണ് സ്ഥലത്തിന്റെ ഒരു തുടക്ക ഭാഗം. വയനാടിന്റെ ഒരു തുടക്ക ഭാഗമായതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും കാണുന്ന രീതിക്കാണ് ഒരു വലിയൊരു രൂപം തന്നെ അദ്ദേഹത്തിന്റെ വെച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത പ്രാവശ്യം അങ്ങോട്ട് വയനാട് ട്രിപ്പ് പോകുന്നവരൊക്കെ നമുക്ക് ആ ഒരു കാണാത്തവര് ഒന്ന് ആ രൂപം കാണാൻ മാത്രമല്ല കൂടുതൽ ഇതിന്റെ ഈ ഇൻഫർമേഷനും ഇതിന് കെട്ടുകഥകളാണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ നമുക്കും ഒന്ന് അന്വേഷിക്കാം. ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഈ സ്റ്റോറി ഒന്നും. കാരണം ഈവൻ മലയാളം അധ്യാപകന്മാർ കുട്ടികൾക്ക് അങ്ങനെ പല പല കഥകൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇതൊന്നും ഞാൻ കേട്ടിട്ടുമില്ല, എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഇനി ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അതൊരു അല്ലേ ഒരു പുതിയ അറിവാണെന്ന് തോന്നുന്നു. അറിയുന്നവർ അല്ലെ, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നവർ അവർക്ക് നമുക്ക് എന്തെങ്കിലും കമന്റ്സോ നമുക്ക് അറിയിക്കാം. അതെ അതെ, ആ ചരിത്ര ഒരു കഥയിലേക്ക് ഒന്ന് നോക്കി വരാം. ഇത് വയനാട്ടിലെ മൂപ്പന്റെ കഥയാണ്. കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാതയാണ് താമരശ്ശേരി ചുരം. 9 ഹെയർ പിന്നുകൾ കയറിയതിനു ശേഷമാണ് വയനാട്ടിലേക്ക് എത്തിച്ചേരാൻ കഴിയുക. ബ്രിട്ടീഷുകാരുടെ ബുദ്ധിയിൽ തെളിഞ്ഞ ഈ ചരിത്രപാതയുടെ പൂർത്തീകരണത്തിന് തൻ്റെ ജീവൻ നൽകിയ ഒരാളുണ്ട്. കരിന്തണ്ടൻ എന്ന ആചാനബാഹുവായ ഒരു ആദിവാസി യുവാവ്. ഇന്നും ചുരത്തിന്റെ അവസാനമായ ലക്കിടിയിലെത്തുമ്പോൾ അവിടെ കാണുന്നത് ചങ്ങല ചുറ്റിയ മരം നമ്മോട് പറയുന്നത് കരിന്തണ്ടനെ കുറിച്ചാണ്. അതോ ഒരു മന്ത്രവാദി ചങ്ങലയിൽ ആവാഹിച്ച് ആ മരത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന കരിന്തണ്ടന്റെ ആത്മാവിനെ കുറിച്ച്. വയനാട്ടിലെ ആദിവാസി പണിയർ വിഭാഗത്തിലെ ഒരു കാരണവരായിരുന്നു കരിന്തണ്ടൻ. 1850 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്താണ് ഇദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് കരുതുന്നു. ബ്രിട്ടീഷുകാർ കോഴിക്കോടിൽ എത്തിയതോടെ സുഗന്ധദ്രവ്യങ്ങളുടെ ഉറവിടം കണ്ടെത്തി. വയനാട്ടിലെത്തിയത് അടിവാരത്തുള്ള പ്രമാണിമാരുടെ അടുത്തായിരുന്നു. പ്രമാണിമാരോട് സഹായം ചോദിച്ചെങ്കിലും അവർക്ക് ഈ മല മുറിച്ചു കടക്കാനുള്ള വഴികളൊന്നും അറിയില്ലായിരുന്നു. ബ്രിട്ടീഷുകാർ സുഗന്ധദ്രവ്യങ്ങൾ മാത്രമായിരുന്നില്ല അവരുടെ ലക്ഷ്യം, മറിച്ച് ടിപ്പുവിൻ്റെ കോട്ട ആക്രമിക്കാൻ കൂടിയുള്ള വഴികൾ തേടുകയായിരുന്നു. അങ്ങനെ മൈസൂർ കീഴടക്കാനുള്ള വാശി കൂടിയതോടെ പ്രമാണിമാർ ഇതൊന്നും അറിയാതെ കരിന്തണ്ടനെ സമീപത്തെത്തിച്ചു. അങ്ങനെ 3-4 മലകൾ കടന്നാൽ വയനാടെത്തി. ചുറ്റും കാടുകൾ, അതിനപ്പുറം ടിപ്പുവിൻ്റെ കോട്ടയാണ്. ആ നിമിഷം അവർ അഹങ്കരിച്ചു തുടങ്ങി. കരിന്തണ്ടൻ കാണിച്ചു കൊടുത്ത വഴികളെല്ലാം
ഓരോന്നായി വെള്ളക്കാരി കുറിച്ചെടുത്തു. വഴിയെല്ലാം മനസ്സിലായതോടെ കരിന്തണ്ടനെ വകവരുത്താൻ തീരുമാനിച്ചു. പലതവണയും തോക്കിന്റെ മുനയിൽ നിർത്തി. പിന്നീട് മനസ്സിലായി എന്തു വന്നാലും മൂപ്പനെ വകവരുത്താൻ കഴിയില്ലെന്ന്. ഒരു കാടിന്റെ മൂപ്പനായതുകൊണ്ടും അദ്ദേഹത്തിന്റെ കയ്യിൽ കിടക്കുന്ന കാപ്പുള്ള സമയത്തോളം ഇവർ വിചാരിക്കുന്നതൊന്നും നടത്താൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ബ്രിട്ടീഷുകാർ തിരിച്ചു മടങ്ങി. 3-4 ദിവസങ്ങൾക്ക് ശേഷം അവർ വീണ്ടും എത്തി. വേറെ ഒന്നിനുമല്ല, കൊല്ലാൻ തന്നെ. അങ്ങനെ കരിന്തണ്ടനെ കാടിനു നടുവിൽ വെച്ച് കണ്ടിരുന്നു. ആ സമയം കുളിക്കാൻ ഇറങ്ങുകയായിരുന്നു. തൻ്റെ രക്ഷകവചം പോലെ ഇരുന്ന കാപ്പ് ഊരിവെച്ചു. ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇതാണ് ഏറ്റവും പറ്റിയ സമയം. അവസാനം കരിന്തണ്ടനെ കൊലപ്പെടുത്തി. എന്നാൽ കരിന്തണ്ടന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. 1800 കാലങ്ങളിൽ താമരശ്ശേരി ചുരം നിരവധി അപകടങ്ങൾക്കും പ്രശ്നങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനായിരുന്നു. ഒടുവിൽ പകൽ സമയം പോലും ചുരത്തിലൂടെ സഞ്ചരിക്കാൻ ആളുകൾ ഭയപ്പെട്ടു. കരിന്തണ്ടന്റെ ആത്മാവ് പാതയിൽ ഉണ്ടായിരുന്നുവെന്നും ഈ അപകടങ്ങളെല്ലാം വരുത്തിവെച്ചത് യാത്രക്കാരെ ശല്യപ്പെടുത്തിയിരുന്നുവെന്നും പറയപ്പെട്ടു. പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഗവൺമെൻറ് ഹോസ്പിറ്റൽസും. മേഘ, നമ്മൾ ഈ 2 ഹോസ്പിറ്റൽസിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ? നമ്മൾ 2 ഹോസ്പിറ്റലുകളും പോയിട്ടുണ്ട്. പല ആവശ്യങ്ങൾക്കും നമുക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എന്താണ് റിയൽ അവസ്ഥ? ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവസ്ഥയും പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ അവസ്ഥയും. പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പോൾ ധാരാളം ചികിത്സ തേടി ആൾക്കാർ പോകുന്നത്. കാരണം അവർക്ക് കൂടുതൽ വിശ്വാസമുള്ള പോലെ. കാരണം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണുമ്പോഴേക്കും അവരുടെ മനസ്സ് മടുക്കും. ഇവിടെ ചികിത്സ കിട്ടുമോ ഇല്ലയോ, നല്ലൊരു ഡോക്ടർമാരായാൽ പോലും നല്ല കുറെ എക്യുപ്മെന്റ്സ് കൊണ്ടുവന്നാൽ പോലും ചികിത്സ തേടി പോകുന്നത് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ്. ആ ഹോസ്പിറ്റലിന്റെ ആ ഒരു ബിൽഡിങ്ങും ആ ഒരു സറൗണ്ടിങ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത് ആരും വരാത്തൊരു സ്ഥലമാണോ, അല്ലെങ്കിൽ പ്രോപ്പർ ചികിത്സ കിട്ടുമോ എന്നുള്ളൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈയിടക്ക് വാർത്തകളിൽ തന്നെ നിരന്നു നിന്നേച്ചത് ഈ ഹോസ്പിറ്റലുകളെ പറ്റിയാണ്. ഇപ്പൊ ബിൽഡിംഗ് പൊളിഞ്ഞു വീഴുക, മരണങ്ങൾ സംഭവിക്കുക, ഇത് കൂടാതെ തന്നെ പല പ്രശ്നങ്ങളും അതിന്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഹോസ്പിറ്റലുകൾ ഇപ്പൊ രണ്ടാമതും പുതുക്കിപ്പണിയിലും ഒക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. എങ്കിലും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ആ ഹോസ്പിറ്റലുകൾ കാണുമ്പോൾ തന്നെ ഒരു ഗോസ്റ്റ് ഹൗസിൻ്റെ ഒരു ഫീൽ എനിക്ക് തോന്നി. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിരുന്നു. പക്ഷെ അന്നത്തേക്കാർ അവസ്ഥ കാണുമ്പോൾ ഞാൻ പോകാൻ മടിയാണ് നമുക്ക് പോകാനായിട്ട്. അപ്പോൾ കൂടുതൽ നമ്മൾക്കൊരു ഉള്ളിൽ നിന്നൊരു ട്രസ്റ്റാണ്. ഓക്കെ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് നല്ല ചികിത്സ കിട്ടും, നല്ല ഡോക്ടേഴ്സാണ്, എല്ലാ ഫെസിലിറ്റിയും കിട്ടും എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഇത്രയും പുരോഗമിച്ചൊരു സമയത്ത് അല്ലെ, ഒരുപാട് ടൂറിസവും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഹോസ്പിറ്റൽസിനും ആവശ്യമായ രീതിയിലുള്ള അല്ലേ ഒരു ഡെവലപ്മെന്റ്സ് മസ്റ്റാണ്. കാരണം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പലതരം അസുഖങ്ങൾ വരാം, ചികിത്സിക്കാൻ പോകേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, ആ വ്യക്തികളെ, പേഷ്യൻസിനെ അല്ലെങ്കിൽ വരുന്ന രോഗികളുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവും, അപ്പോൾ അവരൊക്കെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഗവൺമെൻറ് അതൊരു അല്ലേ, ആ ഒരു ദൗത്യം അവർ ഏറ്റെടുക്കേണ്ടതാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന വലിയ പ്രശ്നമാണ് ഹോസ്പിറ്റലുകളുടെ നിലവാരക്കുറവുകൾ. അതും ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഇത് നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്കായി പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നവരുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാത്തത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ നടക്കുന്ന അപകടങ്ങൾ കാരണമാവുന്നു. ഒരു നാടിനെ ഒന്നടുങ്കം നടുക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിലായി ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ അരങ്ങേറുന്നത്. ബിന്ദു എന്ന സ്ത്രീയുടെ മരണം വല്ലാതെ ബാധിച്ചിരിക്കുന്നു. കേരളത്തിൽ മിക്ക ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും പഴയ കെട്ടിടങ്ങളിലാണ് ഇപ്പോഴും ചികിത്സ നടത്തുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ ഡോക്ടർമാരുടെ നിലവാരം മികച്ചതാണ്. എന്നിട്ട് പോലും ആളുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ തേടുന്നു. വൃത്തിഹീനമായി കാണുന്ന ശൗചാലയം, രോഗികൾ കിടക്കുന്ന വാർഡുകൾ, ഇതെല്ലാം കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതായിരിക്കുന്നു. പഴക്കമേറിയ ബിൽഡിങ്ങുകളിൽ വിള്ളലേറ്റാലും പൊട്ടിപ്പൊളിഞ്ഞാലും അതിൽ പൊട്ടിയടിച്ചു മറച്ചു. ഇനിയെങ്കിലും ഈ അപകടങ്ങൾ മുന്നിൽ കണ്ട് ഹോസ്പിറ്റലുകൾ പുതുക്കട്ടെ.